നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന 20 സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങൾക്കകത്ത് നിന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 20 സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവരിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിന്മേൽ നൽകാവുന്ന വിവരം? അപ്പോ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരാവകാശ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിവരാവകാശത്തിന്റെ അപേക്ഷ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന അപേക്ഷയിന്മേൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ പറയുന്നവയിൽ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത് വ്യാപാര രഹസ്യങ്ങൾ, രണ്ടെന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസബന്ധം മൂലം ലഭ്യമാകുന്ന വിവരങ്ങൾ, മൂന്നെന്ന് പറയുന്നത് വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം, നാലെന്ന് പറയുന്നത് മന്ത്രിസഭാ തീരുമാനം അല്ലെ. അപ്പൊ നാലും നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവുന്ന പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന 4 ഓപ്ഷൻസിനകത്ത് നിന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 പോയിന്റിൽ നിന്ന് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വ്യാപാര രഹസ്യങ്ങൾ. വ്യാപാര രഹസ്യം അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസബന്ധം മൂലമുള്ള ലഭ്യമായ വിവരങ്ങൾ, 2 വ്യക്തികൾ പരസ്പരം വിശ്വാസം കാരണം കൊടുക്കുന്ന വിവരങ്ങൾ, അത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് കിട്ടത്തില്ല. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം എന്തായാലും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? മന്ത്രിസഭാ തീരുമാനങ്ങൾ നമ്മൾ പൊതുജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ള വിവരങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ മന്ത്രിസഭാ തീരുമാനം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ഇതിനകത്ത് നിന്ന് ശരി ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കൊക്കൈൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി തടവ് എന്താണ്? കൊക്കൈൻ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ കൊക്കൈൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ എത്ര വർഷമാണ് എന്നുള്ളതാണ് നമ്മുടെ 82ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടുന്നുണ്ടോ? കൊക്കൈൻ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൊക്കൈൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെയുള്ള കഠിന തടവാണ് കേട്ടോ. 1 വർഷം വരെയുള്ള കഠിന തടവാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ വിവരാവകാശമാണ് അല്ലെ, വിവരാവകാശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ NDPS ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്? അപ്പോ IT ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലെ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമപ്രകാരമുള്ള എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് അത് കുറ്റകരമായി തീരുന്നത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഞാൻ അതിന്റെ ഒരു കോഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്താണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്? കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ബോയ് അല്ലെങ്കിൽ ഗേൾ എന്ന് പറയാം അല്ലെ. ബോയ് അല്ലെങ്കിൽ ഗേൾ എന്ന് പറയാം. എന്തായാലും G വെച്ചുള്ള വകുപ്പുകൾ അവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ B ആണ് വകുപ്പ് അല്ലെ. ഫസ്റ്റ് ലെറ്റർ എടുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞു. G എന്ന് പറഞ്ഞാൽ ഗേൾ ആണ്, B എന്ന് പറഞ്ഞാൽ ബോയ് ആണ്. അപ്പോൾ സെക്ഷൻസിലൊന്നും G വരെ ഒന്നും പോകത്തില്ല. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് B ആണ് നോക്കേണ്ടത്. അപ്പോഴത്തേക്കും B വരുന്ന ഏതുണ്ട്? 67B വരുന്നുണ്ട് അല്ലെ. 67B വരുന്നുണ്ട് ബോയ്. ആ ഒരു രീതിയിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ A എഴുതിയവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോ 83ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ A ആണ്. 67B ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും മാർക്കുകളൊന്നും പോകത്തില്ല എന്നുള്ളതിൽ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ CPOയുടെയും അതുപോലെ തന്നെ നമ്മുടെ WCPയുടെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന CPOയുടെയും WCPയുടെയും കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും താമസിച്ചിട്ടില്ല. ഇപ്പൊ ജോയിൻ ചെയ്താലും അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അപ്പൊ എന്തായാലും CPO WCPO കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 996111
6927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരിക. അപ്പോൾ നിങ്ങളെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന CPOയുടെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ലാസ്റ്റ് ക്ലാസ് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും നോട്ട്സും അതുപോലെ തന്നെ മോഡൽ എക്സാംസിന്റെ ഒക്കെ PDF കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തു വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ. അപ്പൊ എന്തായാലും CPO WCPO കോഴ്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഒന്ന് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള പോലീസ് ആക്ട് പ്രകാരം, അപ്പൊ നമ്മുടെ 4ാമത്തെ ചോദ്യം കേരള പോലീസ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി താഴെ പറയുന്നവയിൽ എന്ത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ സ്വീകരിച്ച നടപടി എന്താണെന്നാണ് ചോദ്യം. 1ാമത്തെ ഓപ്ഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക. അടുത്ത പരാതിക്കാർക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തുക. എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ ഈ 4 പോയിന്റുകളും എന്ത് തന്നെയാണ്, പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസിന് ജനങ്ങളുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള 4 പോയിന്റുകളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്വീകരിച്ച നടപടി ഏത് എന്നാണ് നമ്മുടെ 84ാമത്തെ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരം ഏതാണ് വരേണ്ടത്? 84ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, 1ാമത്തെ നടപടി മാത്രമാണ് അല്ലെ. എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ അല്ലെങ്കിൽ WPO അല്ലെങ്കിൽ WCPO പോലീസുകാരുടെ സേവനം ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. എന്താണ്, സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി രോഗവിവരം മറച്ചു വെച്ചുകൊണ്ട് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? നമ്മൾ പഠിച്ചു, ഒരു രോഗം മാരകമായ ഒരു രോഗം വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു വിദ്വേഷപൂർവമുള്ള ഒരു കൃത്യമാണ് അല്ലെ. ഒരു മോശമായിട്ടുള്ള ഒരു കൃത്യം, ഒരു ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം വ്യാപിപ്പിക്കുന്നതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വകുപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഈ എയ്ഡ്സ് ബാധിതനായിട്ടുള്ള ഒരു വ്യക്തി രോഗം പരത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രോഗവിവരം മറച്ചു വെച്ചുകൊണ്ട് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ പ്രസ്തുത വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നാണ് നമ്മുടെ 85ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഉത്തരം വരേണ്ടത്? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ് അല്ലെ. 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ് പ്രസ്തുത വ്യക്തിക്ക് കൊടുക്കുന്നത്. അടുത്ത നമ്മുടെ 86ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? ഇപ്പൊ വാറണ്ട് കേസ് കൊണ്ട് അല്ലാത്ത സമൻസ് കേസുകളുണ്ടല്ലേ, നമുക്കറിയാം. അപ്പൊ ഈ പറയുന്നവയിൽ വാറണ്ട് കേസായിട്ട് പരിഗണിക്കാവുന്ന കുറ്റകൃത്യം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 6 മാസത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം, 1 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം, 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം, 1 മാസം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. അപ്പൊ വാറണ്ട് കേസ് ആവണമെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം എത്രയാണ്, അതിന്റെ കാലാവധി എത്രയാണ്? ഉത്തരം കിട്ടിയല്ലോ. 86ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അല്ലെ. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഓക്കെ, അടുത്ത നമ്മുടെ 87ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പൊ 87ാമത്തിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോലീസിന്റെ കുറ്റസമ്മതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ മൊഴി തെളിവായി സ്വീകരിക്കാവുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് കുറ്റസമ്മതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ 87ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഈ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ 87ാമത്തെ ചോദ്യം. കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ
ബി ആണ് ശരി ഉത്തരം. 2 മാത്രമാണ് ശരി കേട്ടോ. ഈ പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ 87ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 88ാമത്തെ ചോദ്യം. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? എന്താണ് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന തടവ് ശിക്ഷ എന്ത് എന്നാണ് നമ്മുടെ 88ാമത്തെ ചോദ്യം. അപ്പൊ 88ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 വർഷം, 3 വർഷം, 2 വർഷം മുതൽ 7 വർഷം വരെ, അങ്ങനെ 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 88ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? ഉത്തരം എന്താണ് വരുന്നത്? ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയാണ് കിട്ടുന്നത് കേട്ടോ. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 88ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പൊ നമുക്ക് അടുത്ത് 89ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം ഇതാണ്. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകണമെന്നാണ് നമ്മുടെ 89ാമത്തെ ചോദ്യം. അപ്പൊ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം 40 ദിവസമാണ് കേട്ടോ. 40 ദിവസമാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ 90ാമത്തെ ചോദ്യമാണ്. 90ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നമ്മുടെ NDPS ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളിക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? അപ്പൊ കുറ്റം ചെയ്താൽ മാത്രമല്ല കുറ്റവാളിക്ക് ധനസഹായം നൽകിയാലും അതെന്താണ്? NDPS ആക്ട് അനുസരിച്ച് കുറ്റകരമാണ്. അങ്ങനെ പറയുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇന്നത്തെ 10ാമത്തെ ചോദ്യം. അപ്പൊ ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ എഴുതുന്നവർക്ക് ശരി ഉത്തരം 27A ആണ് അല്ലെ. 27A എന്ത് ചെയ്യുന്നത്? NDPS ആക്ടിലെ ധനസഹായം തെറ്റാണെന്ന് പറയുന്നത് വകുപ്പ് 27A ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 11ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 91ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യമായ സേവനം നൽകാത്ത വ്യക്തിയുടെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന മാത്രം തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ 91ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറഞ്ഞേ. 91ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് അല്ലെ. അപ്പോ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സി അല്ലെങ്കിൽ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 92ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബൈക്ക് യാത്രികൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? എന്താണ്? ബൈക്ക് യാത്രികൻ എന്നാണ്. ബൈക്ക് യാത്രികൻ ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു? ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ IPC പ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മോഷണമാണോ, കവർച്ചയാണോ, ഭയപ്പെടുത്തി അപഹരിക്കലാണോ, സംഘം കവർച്ചയാണോ? ഉത്തരം കിട്ടിയോ? എന്താണത്? കവർച്ചയാണ് അല്ലെ. കവർച്ചയാണ്. കാരണം എന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു പ്രസ്തുത വ്യക്തിക്ക് ദേഹോപദ്രവം ഉണ്ടാവുന്നു, അത് കവർച്ചയായിട്ട് മാറുന്നു അല്ലെ. ബലമായിട്ട് പിടിച്ചെടുക്കുകയാണ്, അത് കവർച്ചയാണ്.
അപ്പോൾ ഒരിക്കലും ഇത് സംഘം കവർച്ച എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ഇതിനകത്ത് ബൈക്ക് യാത്രികർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ബൈക്കിൽ രണ്ടുപേരെ വരത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അത് സംഘം കവർച്ചയാവാനുള്ള സാധ്യത ഇല്ല അല്ലെ. ഒരുപാട് പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ 92ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 93ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 13ാമത്തെ ചോദ്യം ഇതാണ്. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആര് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 93ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? എന്താണ് ഇതിൽ വരേണ്ടത്? കൊലപാതക കേസിലെ പ്രതിയെ ദേഹപരിശോധന ചെയ്യാനുള്ള അധികാരപ്പെട്ടവർ ആര് തന്നെയാണ്? ആ പറയുന്ന അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓപ്ഷൻ സി ആണ് നിങ്ങൾ ശരി ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? നല്ലൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ പൊതുജനങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 1 വർഷം, 2 വർഷം, 6 മാസം, 3 വർഷം എന്ന് പറയുന്നുണ്ട്. അപ്പൊ 94ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ് വരുന്നത്? 1 വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1 വർഷമാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. അതിനു മുന്നേ വീഡിയോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും അത് കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ നമ്മുടെ 95ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത് എന്നാണ് ചോദ്യം. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴി, സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മൊഴി. അപ്പൊ ഈ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ കോടതി മരണമൊഴിയായി സ്വീകരിക്കുന്നത് എന്നാണ് നമ്മുടെ 95ാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, സംസാരശേഷി അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ കൊടുത്ത മൊഴിയാണെങ്കിലും അതെന്താണ്? മരണമൊഴി തന്നെയാണ്. 4 ശരിയാണ്. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴിയാണെങ്കിലും അത് മരണമൊഴി തന്നെയാണ്. 2 ശരിയാണ്. മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയാണെങ്കിലും അത് മരണമൊഴി തന്നെയാണ്. 3 ശരിയാണ്. സ്വമേധയാ നൽകിയ മരണമൊഴിയാണെങ്കിലും അതെന്ത് തന്നെയാണ്? മരണമൊഴിയായിട്ട് കോടതി അംഗീകരിക്കും. 1 ശരിയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ് അല്ലെ. അടുത്ത ചോദ്യം നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. സാങ്കേതിക വിദ്യാ നിയമപ്രകാരം അല്ലെങ്കിൽ IT ആക്ട് പ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നാണ് നമ്മുടെ 96ാമത്തെ ചോദ്യം. 96ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. കിട്ടിയോ? എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? 3 വർഷം വരെയാണ് അല്ലെ. 3 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 1 ലക്ഷം രൂപ പിഴയുമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ 97ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 17ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താനായിട്ട് പറയുന്നത്. ബുദ്ധിസ്ഥിരത ഇല്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുമെന്ന് പറയുന്നുണ്ട്. സ്വമേധയാ ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തി മറ്റേയാളെ ആക്രമിച്ചാൽ അത് കുറ്റകരമായി കണക്കാക്കും എന്ന് പറയുന്നുണ്ട്. അധ്യാപകൻ വിദ്യാർത്ഥികളെ അച്ചടക്ക പാലനത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കുമെന്ന് പറയുന്നുണ്ട്. 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 97ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണ്? കിട്ടിയോ? ഈ പറയുന്നവയിൽ 1ാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബുദ്ധിസ്ഥിരത ഇല്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാൾ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുമോ? ഒരിക്കലും അങ്ങനെ കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. അധ്യാപകൻ വിദ്യാർത്ഥികളെ അച്ചടക്ക പാലനത്തിന്റെ ഫലമായിട്ട് ശിക്ഷിച്ചാൽ അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുമോ? അതും ഒരിക്കലും കുറ്റകൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയത്തില്ല. 7 വയസ്സ് തികയാത്ത കുറ്റകൃത്യം കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കുമെന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. അത് കാരണം എന്താണ്? കുട്ടി ഡോളി ഇൻകാപ്സ് ആണ് അല്ലെങ്കിൽ ഇൻകാപ്പബിൾ ഫോർ കമ്മിറ്റിംഗ് എ ക്രൈം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരമായിട്ട് വരുന്നത് സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തിയാണെങ്കിൽ എന്തെയാണ്? ആ വ്യക്തി ആക്രമണം നടത്തിയാൽ അത് കുറ്റകരമായി കണക്കാക്കും. എന്നാൽ സ്വമേധയാ അല്ലാതെ, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും കപടമായ രീതിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഡ്രഗ്സോ
മദ്യമോ ഒക്കെ കയറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന ആക്രമണം നമ്മൾ നടത്തുകയാണെങ്കിൽ സ്വമേധയ അല്ലാതെ ആക്രമിച്ചാൽ എന്താണ്, സ്വമേധയ ലഹരിക്കടിമ അല്ലാതെ ആക്രമിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്റെ കൂട്ടുകാരൻ ഇപ്പൊ എനിക്ക് പെപ്സിക്കകത്ത് അല്ലെങ്കിൽ സ്പ്രൈറ്റിനകത്ത് മദ്യം ഒഴിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് കലക്കി എനിക്ക് തരുന്നു, അത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ബോധമില്ലാതെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ ഒരിക്കലും എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണ്, അത് സ്വമേധയ എന്റെ അറിവില്ലാതെ എന്റെ സമ്മതമില്ലാതെ എനിക്ക് നൽകുന്ന ആ ഒരു മയക്കുമരുന്നിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് കണ്ടീഷൻ, സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും എന്നാണ് പറയുന്നത്. അതെന്ത് തന്നെയാണ്, അതാണ് പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ 97ാമത്തെ ചോദ്യത്തില് 2 മാത്രം എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ക്രിമിനൽ നടപടി നിയമപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ CRPCയുടെ ചോദ്യമാണ്. CRPC നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? കുറ്റസമ്മതം അല്ലെങ്കിൽ കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണോ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ, അന്വേഷണ ഉദ്യോഗസ്ഥനാണോ, അഭിഭാഷകനാണോ? CRPC പ്രകാരം കുറ്റകൃത്യം അല്ലെങ്കിൽ കുറ്റസമ്മതം രേഖപ്പെടുത്തുന്ന ആരാണ്? അതെപ്പോഴും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. ഓപ്ഷൻ ബി എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം കിട്ടും കേട്ടോ. അടുത്ത നമ്മുടെ 99ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ 19ാമത്തെ ചോദ്യം ഇതാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കും? അപ്പോ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ആണെന്നുണ്ടെങ്കിൽ അത് ഏത് കുറ്റകൃത്യത്തിന്റെ കീഴിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ലൈംഗിക പീഡനം വരുന്നുണ്ട്, ലൈംഗിക അതിക്രമം വരുന്നുണ്ട്, ഗൗരവതര ലൈംഗിക പീഡനം, ഗൗരവതര ലൈംഗിക അതിക്രമം. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? ലൈംഗിക അതിക്രമമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം ലൈംഗിക അതിക്രമം. അടുത്ത ചോദ്യമാണ് 100ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം ശരിയായ പ്രസ്താവന ഏതാണ്. 18 വയസ്സ് തികയാത്ത ആൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നുണ്ട്. പ്രായഭേദമന്യേ എന്ത് ചെയ്യുന്നു, വ്യക്തികളെ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നത് ഏതാണ്, അല്ലെങ്കിൽ ആ പറയുന്ന തട്ടിക്കൊണ്ടുപോകലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പറയുന്നതിൽ തട്ടിക്കൊണ്ടുപോകലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവന? ഈ പറയുന്ന 3ലും ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയിൽ 18 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല അല്ലെ? ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. അടുത്ത് പറയുന്ന പ്രായഭേദമന്യേ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഏജ് റിലാക്സേഷൻ ഒന്നും ഇല്ലാതെ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തട്ടിക്കൊണ്ടുപോകലെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയും അല്ലെങ്കിൽ മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ നമ്മൾ തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമായിട്ട് കണക്കാക്കും അല്ലെ? അപ്പൊ 3ാമത്തെ പോയിന്റ് ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്നവയിൽ ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം 3ാമത്തെ പ്രസ്താവന മാത്രം ശരിയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമായി കണക്കാക്കുന്നു. ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം 3ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. അപ്പോൾ അതിപ്പോ നിങ്ങൾക്കിപ്പോ 5 മാർക്ക് ആയിക്കോട്ടെ, 10 മാർക്ക് ആയിക്കോട്ടെ, 15 മാർക്ക് ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, എത്ര ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ അത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ WCPO കോഴ്സിലേക്ക് നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും വേഗം ജോയിൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തീരും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.